Peace Radio. Tune to reality. പീസ് റേഡിയോ സവിശേഷം കനേഡിയൻ ജീവിതാനുഭവങ്ങളിലൂടെ ഒരു യാത്ര. മെഹബൂബ് ബിൻ അബ്ദുൽ അസീസ് വെളിയങ്കോട്. പീസ് റേഡിയോയുടെ സവിശേഷം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മോടൊപ്പം ഉള്ളത് മെഹബൂബ് അബ്ദുൽ അസീസ്. പീസ് റേഡിയോയിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൈഗ്രൻ്റ് അല്ലെങ്കിൽ വിദേശി എന്ന ആ ഒരു അവിടെ ഉണ്ടാവാറുണ്ട് പൊതുവേ ആസ് ആൻ ഇന്ത്യൻ ഒക്കെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ എങ്ങനെയായാലും നമ്മൾ ഒരു അറബായി മാറുന്നില്ല, ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ്. അവിടെ ഒരു ഫോറിനർ എന്ന നിലക്ക് തന്നെയാണ് ഉണ്ടാവുക, അല്ല അവരെങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നും കൂടെ നമ്മളെ. ഞാൻ മുമ്പും ഈ ചോദ്യം കേട്ടിട്ടുണ്ട്, പലവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു ആൻസർ, എൻ്റെ റെഡിമെയ്ഡ് ആൻസർ. ഞാൻ ഫസ്റ്റ് ജോലി ചെയ്യാൻ തുടങ്ങിയത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പറയല്ലോ മംഗലാപുരം റിഫൈനറിയിലാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ഓർഗനൈസേഷൻ, അറൗണ്ട് 1000 ആൾക്കാർ വർക്ക് ചെയ്യുന്ന. അന്നേരം ഇറ്റ് വാസ് റൺ ബൈ ബിർള പ്ലസ് HPCL. അത് നാഷണൽ കമ്പനിയാണ്, ഇന്ത്യൻ്റെ ടോപ്പ് ടിയർ ഫേമായിരുന്നു, വെൽ പെയ്ഡ്. അപ്പം കേരളത്തിൽ നിന്നുള്ള ഞാൻ കർണാടകയിൽ മംഗലാപുരത്ത് പോയിട്ട് വർക്ക് ചെയ്യുമ്പം അന്ന് ഞാൻ പറയുന്നത് കേട്ടിരുന്നു, ഇല്ലില്ല നമ്മൾ അടുത്ത സ്റ്റേറ്റിൽ നിന്നൊന്നും ആളെ എടുക്കാൻ പാടില്ല, നമ്മളെ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കണം, നമ്മുടെ സ്റ്റേറ്റിലെ ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളത്. ഐ ഹാവ് ഹേർഡ് മൈസെൽഫ് ആൻഡ് ഐ സ്മൈൽ. അപ്പം ദിസ് ഈസ് ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്, but along the way and life experience, one thing I got really good at is how to rationalize this. അപ്പോൾ ഞാനിപ്പോൾ കാനഡയിൽ പോയാലും പിന്നെ കാനഡയിൽ പോയിട്ട് alhamdulillah I did not get discriminated, but even if such situation happens in future, we should be we should strengthen ourselves to absorb that, overcome that. അതെ, അതൊരു ഒബ്സ്റ്റക്കിൾ ആക്കി മാറ്റാണ്ട് പിന്നെ നമ്മൾ വി ഷുഡ് ബി മോർ റെസിലിയൻറ്റ് ആൻഡ് മൂവ് അഹെഡ്. ആൻഡ് കാനഡ US അത് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ഇപ്പോൾ US തന്നെ ഒബാമ പ്രസിഡന്റ് ആയപ്പോൾ പറഞ്ഞിട്ടില്ലേ, സ്കിന്നി ബോയ് വിത്ത് എ ഫണ്ണി നെയിം ഹി ക്യാൻ ബിക്കം ദ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദി ഓപ്പർച്യൂണിറ്റീസ് റൈറ്റ് എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഒരുപാട് കമ്പനീസിൻ്റെ CEOs ആർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അപ്പോൾ ഞാൻ ഐ ലുക്ക് അറ്റ് ദോസ് എക്സാമ്പിൾസ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് സ്റ്റോപ്ഡ് പിന്നെ ആൻഡ് ഒരു ഒബ്സ്റ്റക്കിളായിട്ട് കാണുന്നതിന് പകരം പിന്നെ വി ഷുഡ് മൂവ് ഓൺ. ദർ ഇസ് എ സേയിങ് ഇംഗ്ലീഷിൽ, പിന്നെ ഡിഫീറ്റ് ഈസ് നോട്ട് വെൻ യു ഫോൾ ഡൗൺ, ഡിഫീറ്റ് ഈസ് വെൻ യു റിഫ്യൂസ് ടു ഗെറ്റ് അപ്പ്. നമ്മുടെ ബോക്സിങ്ങിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ ആസ് ലോങ് ആസ് യു ഗെറ്റ് അപ്പ് ആൻഡ് മൂവ് ഓൺ, യു വിൽ ഗെറ്റ് ദേർ. അതെ അതെ, വി ഹാവ് ടു ലേൺ ഫ്രം ദീസ് എക്സ്പീരിയൻസസ്. ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. അതെ, എക്സാക്ട്ലി. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ഹിയർ ഓൾസോ. സൗദിയിലായാലും ദാറ്റ് ഹാപ്പൻസ് എവരിവെയർ. പിന്നെ ഞാൻ സാധാരണ ഒരു ഇത് പറയാറുണ്ട്, വാട്ട് ഐ എം റിയലി ഗുഡ് അറ്റ് ഈസ് ടു സെപ്പറേറ്റ് സിഗ്നൽ ഫ്രം ദ നോയ്സ്. അപ്പം when you know what to focus on and move ahead, that should not be an obstacle. ഇത് ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇതിൽ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോറിൻ എഡ്യൂക്കേഷൻ ഇതിൽ വേറെ കുറച്ച് ഗുണങ്ങൾ നോക്കിയപ്പോൾ കുട്ടികൾ ഏർലി സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു കുട്ടി +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു PG കഴിഞ്ഞാൽ തന്നെ സെറ്റിലായിക്കോണമെന്നില്ല. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളാണ് നാട്ടിലുള്ളത്. ജോലി കിട്ടാനോ അല്ലെങ്കിൽ ജോലി കിട്ടുന്ന ഇൻകം ഇതൊന്നും അയാൾ ശരിക്കും സെറ്റിൽ ചെയ്യാൻ അനുവദിക്കുന്നില്ല. ആ സാഹചര്യങ്ങളാണ് അങ്ങനെയാണ്. അതേ സമയത്ത് ഇപ്പോൾ ഈ ഫോറിനിൽ പോകുമ്പോൾ, എവിടെ ആവട്ടെ, കാനഡ ആവട്ടെ, എവിടെ പോകുമ്പോഴും അയാൾ വർക്ക് ചെയ്യാൻ നിർബന്ധനായിത്തീരും. കാരണം എന്ന് വെച്ചാൽ അവിടെ ഡെയിലി സർവൈവൽ സൻ ഇഷ്യൂ. അയാൾ ഒരു ഇൻകം കിട്ടിയാൽ തന്നെ അയാൾക്ക് അന്നത്തെ ഭക്ഷണത്തിനുള്ള ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നാട്ടിലതല്ലല്ലോ. നാട്ടിൽ ഒരു ജോലി ഇല്ലെങ്കിലും കഴിഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അയാൾ വേഗം തന്നെ പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യാൻ ഉള്ള ഒരു ശ്രമം പുറത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട്. അത് അയാളെ സംബന്ധിച്ച് വേഗം അയാൾ ഒരു വ്യക്തിത്വം ശരിക്കും ബിൽഡ് ചെയ്യാൻ അവിടെ ഉപകരിക്കുമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയല്ലേ ആവശ്യം? ആബ്സല്യൂട്ട്ലി. നിങ്ങൾ യു ടച്ച് ഓൺ എ വെരി ഗുഡ് പോയിന്റ് ആക്ച്വലി. പിന്നെ ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ. ആൻഡ് ഐ ഹോപ്പ് ഹു ലിസണേഴ്സ് ഓൾസോ വിൽ ബെനിഫിറ്റ് ഫ്രം ദിസ്. ഇത് കാരണം നമ്മുടെ നാട്ടിൽ പഠിത്തം കഴിഞ്ഞാലും നമ്മൾ വീണ്ടും വീട്ടിലേക്ക് വി ആർ ഡിപ്പെൻഡിങ് അപ്പോൺ വീട്ടിലെ സിസ്റ്റമായിട്ടാണ്. പക്ഷേ നമ്മൾ വെസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ദി എക്കോ സിസ്റ്റം ഇസ് ഡിഫറെൻറ്റ്.
അവിടെ ഇപ്പോൾ പഠിക്കുന്ന ടൈം 20 hours per week ഓൺ ക്യാമ്പസ് വർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ബിറ്റ്വീൻ ദ ഇയർ ഒരു 2-3 സെമിസ്റ്റർ കഴിഞ്ഞാൽ സമ്മറിലും സ്പ്രിംഗ് ആൻഡ് സമ്മർ കോപ്പ് വർക്ക് പെർമിറ്റ് എടുത്തിട്ട് അവിടെ ഫുൾ ടൈം 4 months വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 2 years പ്രോഗ്രാമാണ് പഠിച്ചെങ്കിൽ അപ് ടു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അണ്ടർ ഗ്രാഡ് 4 years പ്രോഗ്രാം പഠിച്ചെങ്കിൽ യു വിൽ ഗെറ്റ് 3 years ഓഫ് വർക്ക് പെർമിറ്റ് ടു വർക്ക്. അപ്പം ബീങ് ദെയർ യു ഹാവ് ദിസ് ഹോൾ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു വർക്ക്. അപ്പം നമ്മളെ തന്നെ നമ്മൾ ഫ്യൂച്ചർ വർക്ക് ഫോഴ്സിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ എക്കോസിസ്റ്റം ഇസ് ബിൽഡ് ഇൻ സച്ച് എ വേ. The other key thing Westle, which I really appreciate, is the dignity of labor. Okay. Even if I am doing my masters in nuclear physics, അല്ലെങ്കിൽ biomedical engineering, I can still go and work in a coffee shop and get my expense. Nobody will miss a beat. You will not see any eyebrows raised. നമ്മുടെ നാട്ടിൽ നിങ്ങൾ ചെയ്തു നോക്കിയത് നമ്മളൊരു കോഫി ഷോപ്പിൽ എന്താ ചെയ്യുന്ന PhD പഠിക്കുകയാണ്, കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കാണുന്നതും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഡിഗ്നിറ്റി ഓഫ് ലേബർ ഈസ് വെരി വെൽ റെക്കഗ്നൈസ്ഡ്. അപ്പം ദാറ്റ്സ് എ ഹ്യൂജ് ആസെറ്റ് ദാറ്റ് ഫോസ്റ്റേഴ്സ് എക്കോസിസ്റ്റം ടു ട്രാൻസിഷൻ ഇൻ ടു എ വർക്കിംഗ് ലൈഫ്. അപ്പോൾ ഇറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. അത് നമ്മളെ നാട്ടിൽ എപ്പോഴാണോ വരുന്നത് ഓൺലി ദെൻ ഈ സിസ്റ്റം മാറുള്ളൂ. ആ കുട്ടികൾ വീടായിട്ടുള്ള ഡിപ്പെൻഡൻസി ബാച്ചിലേഴ്സ് കഴിഞ്ഞ് പിന്നെ അവർ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് PG ആയാലും ഇതായാലും ഡോക്ടർ ചെയ്യുകയാണെങ്കിലും വീടായിട്ടുള്ള ഡിപ്പെൻഡൻസി കുറയണമെങ്കിൽ ദിസ് ഡിഗ്നിറ്റി ഓഫ് ലേബർ ആ ഒരു കൺസെപ്റ്റ് നാട്ടിലും വരണം. എത്രമാത്രം സാധ്യമാവുമെന്നല്ല നമുക്കറിയില്ല. എന്തെങ്കിലും ആ രീതിയിലൊക്കെ വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മനസ്സിലാക്കി കൊടുത്തോളം ഇതിൻ്റെ കുറേ ഗുണങ്ങൾ, ഇപ്പോൾ നമ്മളൊരു മുസ്ലിം ഒരു വിശ്വാസി എന്ന നിലക്ക്, കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഹലാലുകളും ഹറാമുകളും ഉണ്ട്. കറക്റ്റ്. ഹലാൽ സ്വീകരിച്ചുകൊണ്ടും ഹറാമുകൾ ഒഴിവാക്കിക്കൊണ്ടും ജീവിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എപ്പോഴും അത് ഗുണകരം തന്നെയാണ്. ഈ ജീവിതം മാത്രമല്ലോ, ഇനിയുള്ള ഒരു ജീവിതത്തെ കൂടെ സമ്പാദിക്കണം എന്നുള്ള നിലയ്ക്ക് അത്തരം കാര്യങ്ങൾക്ക് ആ ഒരു നമ്മൾ സൂചിപ്പിച്ചിടക്ക് ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നതാണ്. ഇപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ മക്കളൊക്കെ ആ രീതിയിൽ കൊണ്ടുവരാൻ ആ ഇസ്ലാമിക വിദ്യാഭ്യാസം അതുപോലെ നമ്മുടെ ഖുറാനുമായിട്ടൊക്കെ ഉള്ള അടുപ്പം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് ഞാൻ പിന്നെ അത് ടച്ച് ചെയ്യാൻ എൻ്റെ ഓൺ ലൈഫ് എക്സ്പീരിയൻസ് ടച്ച് ചെയ്യുക. അതാണല്ലോ ഇൻ്റർവ്യൂവിൽ നിന്ന് ഉദ്ദേശിക്കുന്നതാണല്ലോ. നമ്മൾ ഹോളിസ്റ്റിക് പിന്നെ കാര്യം മാത്രം പറയുന്നതിന് വരെ നമ്മളെ ലൈഫ് എക്സ്പീരിയൻസും. ഞങ്ങൾ പണ്ട് ബാംഗ്ലൂർ പഠിക്കുമ്പം എൻ്റെ ബ്രദർ അവിടെ മെഡിസിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും പിന്നെ എൻ്റെ ഒരു വേറെ ഫ്രണ്ട് 3 പേര് നമ്മളെ റൂമിൽ, വേറെയും കുറേ കണ്ണൂരിൽ നിന്നുള്ള മുസ്ലിം കുട്ടികളുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ വി യൂസ് ടു ടേക്ക് അവർ ബൈക്ക്. നമ്മളെ ബൈക്കിൽ വീക്കെൻഡ്സൊക്കെ ചിലപ്പം രാത്രിയിൽ കിലോമീറ്റർ കണക്കിന് പോയി ഹൈവേയിൽ പഞ്ചാബിൻ്റെ ഡാബയിൽ പോയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈയും തന്തൂരിയും പൊറോട്ട ഒക്കെ അടിക്കണമെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ആൻഡ് വി യൂസ് ടു എൻജോയ് ദാറ്റ്. രാത്രി ലേറ്റായിട്ട് പോയിട്ട് വെരി ക്ലീൻ ആണ്, ദി അഫെയർ ഇസ് വെരി ക്ലീൻ. എല്ലാവരും പോവും, ഭക്ഷണം മാത്രം കഴിച്ചിട്ട് തിരിച്ചു വരും. ബട്ട് ദി പോയിൻറ്റ് ഹിയർ ഇസ് അത് ആ ഫുഡ് പഞ്ചാബിൻ്റെ ഡാബിൽ കിട്ടുന്ന ആ ചിക്കന് അല്ലെങ്കിൽ ആ മീറ്റ് മട്ടണായാലും ഇതായാലും ഹലാലാണോ അല്ല അത് നോൺ ഹലാലാണോ എന്ന് നമുക്കറിയില്ല. ദാറ്റ് കോൺസെപ്റ്റ് നെവർ റാൻ ഇൻ ടു അവർ മൈൻഡ്. ആ ടൈം നാട്ടിൽ പഠിക്കുന്ന ടൈം പിന്നെ നമ്മൾ ജമ്മുവിലൊരു വെഡ്ഡിങ്ങിന് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തിങ്ങനെ നടക്കുമ്പോൾ കസിൻസും പിന്നെ ബ്രദറൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ചോദിച്ച് റെസ്റ്റോറൻറ്റ് എവിടെയെന്ന്. അപ്പോൾ അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ച് പിന്നെ ഹിന്ദുക്കാർ ഹോട്ടൽ ചായ മുസൽമാൻക്ക് ഹോട്ടൽ ചായ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എൻ്റെ മനസ്സിൽ എസ്പെഷ്യലി പോയതെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര കമ്മ്യൂണൽ റിഫ്റ്റ് ആയതുകൊണ്ടായിരിക്കും മുസ്ലിംസിൻ്റെ അടുത്ത് പോകുന്നത്, ഹിന്ദു റെസ്റ്റോറൻറ്റ്സിൽ പോകുന്നത്. ബട്ട് ദി ഫാക്ട് ഈസ് അയാൾ ടു ഹിസ് ക്രെഡിറ്റ് അയാൾ ചോദിച്ച് നിങ്ങൾ ഹലാൽ ഫുഡ് കഴിക്കാനാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നടുത്ത് പോകണമെന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇൻ സ്ട്രൈക്ക്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിൽ 4 year പ്രോഗ്രാം കഴിഞ്ഞ് ഇത് കഴിഞ്ഞ്, കാരണം ദ റീസൺ ഈസ് നമ്മൾ വളർന്നൊക്കെ ദുബായിലാണ്. എനി റെസ്റ്റോറൻറ്റ് യു ക്യാൻ ഗോ ആൻഡ് ഈറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഖത്തർ പെട്രോളിയമിൽ ജോയിൻ ചെയ്തപ്പോൾ അവിടെ 5 years ഉണ്ടായിരുന്നു ഖത്തറിൽ. യു ക്യാൻ ഗോ ആൻഡ് ഈറ്റ് ഇൻ എനി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഐ എം നോട്ട് കണക്ടിങ് ദ ഡോട്ട്.
കാൽഗറി പോയപ്പം കാനഡയിൽ ഞങ്ങൾ സെറ്റിൽ ചെയ്ത കാൽഗറിയിലാണ്. കാൽഗറിയിൽ പോയപ്പം പിന്നെ അവിടുന്ന് വെൻ വി ഗോട്ട് ഇൻ ടു ദ മുസ്ലിം കമ്മ്യൂണിറ്റി ദർ വാസ് വെരി സ്പെസിഫിക്, ദർ വെർ റൂൾസ്. ഇങ്ങനെ ഹലാൽ റെസ്റ്റോറൻറ്റ്സ് ഇന്നൊക്കെയാണ് ഹലാൽ റെസ്റ്റോറൻറ്റ്സ്, ഹലാൽ മീറ്റ് ഷോപ്പ് ഇന്നിടത്തൊക്കെ കിട്ടാം. അപ്പോൾ വി യൂസ് ടു ടേക്ക് അവർ കാർ ആൻഡ് ഗോ ആൻഡ് ഗെറ്റ് മീറ്റ് ഫ്രം ദി ഹലാൽ പ്ലേസ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇത്രയും നാൾ നമ്മൾ നാട്ടിലുണ്ടായിട്ട് ഇറ്റ് നെവർ സ്ട്രക്ക് അസ്, ഇറ്റ് നെവർ സ്ട്രക്ക് അസ്. ഈ സിമ്പിൾ മാറ്റർ ലൈക്ക് ഈ ഹലാലിൻ്റെ അത് ഒരു പ്രസംഗത്തിലും നമ്മൾ കേട്ടിട്ടുമില്ല. നമ്മുടെ മതപരമായ ഒരു ഖുത്ബയിലും കേരളത്തിലായാലും അല്ലാണ്ടും ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല ഇങ്ങനെ നമ്മൾ ഇതിന് പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. ദി സെക്കൻഡ് തിങ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞങ്ങൾ പിന്നെ ഞാൻ മംഗലാപുരം വർക്ക് ചെയ്യുമ്പോഴെല്ലാം ഖത്തറിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഐ യൂസ് ടു ഗോ ടേക്ക് പെട്ടെന്ന് ഒന്ന് ട്രിപ്പൊക്കെ പോകണമെങ്കിൽ ലോൺ എടുക്കും, പിന്നെ ഇൻട്രസ്റ്റ് ബെയറിങ് ബൈ ദ വേ, which really struck me when I went to Canada, because അവിടുന്ന് I realized interest bearing transactions are halal അല്ല എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ട് ഫണ്ടമെൻ്റലി നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. And these things I learned going all the way from Middle East, 10,000 miles away from here. അവിടുന്നാണ് ഞാൻ പഠിച്ചത്. And since then I have stuck to my rules. Okay. Yeah, in spite of traveling so often, so many countries, പിന്നെ എവിടെ പോയാലും we go look for halal food and we have. തീർച്ചയായിട്ടും ഒരു പക്ഷേ നിങ്ങളുടെ അത് വ്യക്തികൾക്ക് അത്ര മനസ്സ് പടച്ചോൻ തരുന്ന ഒരു, അതെ, പക്ഷേ അങ്ങനെ ഒരു അനുഗ്രഹം തരുന്നത്. അതെ, അൽഹംദുലില്ലാ. എന്താണ് ആ കമ്മ്യൂണിറ്റി, ഇഫ് യു ആർ ഇൻ ദ റൈറ്റ് കമ്മ്യൂണിറ്റി, ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ലോട്ട് മോർ സ്ട്രിക്റ്റർ ദൻ മീ. അവിടുന്ന് ഇസ്ലാം മതം, ഇസ്ലാം അതിൻ്റെ തനിമയോട് കൂടിയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നത്. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ കുറേയും കൂടെ അത് ഇപ്പോൾ കുട്ടികൾ ആ വിഷയത്തിൽ ബോധേടാണ്. ഇപ്പോൾ വളർന്നു വരുന്ന, പ്രത്യേകിച്ചും അതായത് ഇസ്ലാമിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഗുണമാണ് എന്ന് മനസ്സിലാക്കുന്ന കുട്ടികൾ. ഇപ്പോൾ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും, കാരണം ഈ ഇൻട്രസ്റ്റിൻ്റെ ദുരന്ത ഫലങ്ങൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്നവരാണ്, ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി നിർത്തപ്പെട്ട സംഗതിയാണെന്നുള്ളത് എങ്ങനെ എടുത്ത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ട ഒരു സംഗതി എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സംരക്ഷിക്കപ്പെടുന്നത് ഈ മതപരമായിട്ടുള്ള മൂല്യങ്ങൾ, ഈ മതപരമായിട്ടുള്ള നമുക്ക് ലഭിക്കാവുന്ന അറിവുകൾ, അത് നമ്മൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണത് ഈ ഒരു രാജ്യങ്ങളിലൊക്കെ. കുട്ടികളുടെ വിദ്യാഭ്യാസം ആവട്ടെ രീതിയിലൊക്കെ എങ്ങനെയാണ് ഖുറാനുമായിട്ടൊക്കെ അതൊക്കെ പഠിക്കാനൊക്കെ സാഹചര്യം? അതെ, ഒരുപാട് ഖുറാൻ പഠിക്കുന്ന കാര്യത്തിൽ പിന്നെ അതും ഇപ്പോൾ ഇസ്ലാമിക് സ്കൂൾസ് വളരെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒണ്ടാരിയോയിൽ, ടൊറൻറ്റോ ഭാഗത്താണെങ്കിൽ ബെസ്റ്റ് സ്കൂൾസ്, നല്ല റേറ്റിംഗ് ഉള്ള സ്കൂൾസ് ഇസ്ലാമിക് സ്കൂൾസാണ്. അതെ, ഇപ്പം നടക്കുന്ന ആനുകാലികമായിട്ട് നടക്കുന്ന നമ്മൾ ഈ ജെൻഡർ ഇഷ്യൂസും അതൊക്കെ കൂടുതൽ ലിബറലൈസേഷൻ വരുന്നത് പബ്ലിക് സ്കൂൾസിലാണ്. അപ്പോൾ പാരൻസ് പബ്ലിക് സ്കൂൾസിൽ നിന്ന് കുട്ടികളെ എടുത്തിട്ട് ഇസ്ലാമിക് സ്കൂളിലേക്ക് മാറ്റുന്ന ഒരു ട്രെൻഡ് ഞാൻ ഇപ്രാവശ്യം ബ്രദർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മുമ്പ് 150 കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന ഒരു പുതിയൊരു ഇസ്ലാമിക് സ്കൂൾ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്ത കാൽഗറിയിൽ. പിന്നെ some of the parents took their kids out and put them in a better public school. Now they are taking the same kids back and putting them back into Islamic school. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അപ്പം ഐ തിങ്ക് ഇസ്ലാമിക് സ്കൂളിൻ്റെ റെലവൻസ് കൂടുതലാണ് on a go forward basis. പിന്നെ ഇൻ ടേംസ് ഓഫ് ദീന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ വീക്കെൻഡ് പ്രോഗ്രാംസ് ഉണ്ട്, മസ്ജിദ് ഈ ഓൺലൈൻ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. പിന്നെ സ്പീക്കർ സീരീസ് വരുന്നുണ്ട്. കാൽഗറി തന്നെ എല്ലാ വർഷവും വണ്ണുമ്മ കോൺഫറൻസ് ഉണ്ട്. ടൊറൻറ്റോയിലെ അതേപോലെ ദർ ഇസ് ഇസ്ലാമിക് കോൺഫറൻസ് നടക്കുന്നുണ്ട്. സോ പ്ലെൻറ്റിയാണ്, ഓപ്പർച്യൂണിറ്റീസ് ആർ പ്ലെൻറ്റി, എസ്പെഷ്യലി ഓൺലൈനൊക്കെ ഉള്ള. ഇപ്പം സ്കോളേഴ്സ് വീക്കെൻഡ്സിൽ ഒരു സിറ്റിയിൽ പോയിട്ട് അവിടെ അൽ-മഗ്രിബ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, ഫോർ വിച്ച് മൈ ബ്രദർ ഈസ് വോളണ്ടിയറിങ് ആൻഡ് ഐ ഹാഡ് പേഴ്സണലി വോളണ്ടിയർഡ് ലോങ് ടൈം ബാക്ക്. അപ്പോൾ അവിടെ ഈ സ്കോളേഴ്സിൻ്റെ അടുത്തേക്ക് സ്റ്റുഡൻസ് 100-150 സ്റ്റുഡൻസ് അങ്ങോട്ട് പോകുന്നതിന് പകരം സ്കോളേഴ്സ് വിൽ കം ടു യുവർ സിറ്റി and you pay for it, and people pay for it. When people pay for it, you are committed. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഏറ്റവും അധികം ഹാഫിളുകൾ ഒരു ഹാളിൽ ഒന്നിച്ചേർന്നിട്ട് ഒരു പ്രോഗ്രാം കേട്ടത് ഞാൻ കാൽഗറിയിലാണ്.
And on that particular instance the count was 14 or 15 ഹാഫിൽ പിന്നെ കുറച്ച് പേര് 20 ജ്യൂസ് കഴിഞ്ഞവർ അങ്ങനെയുള്ള I experienced that in my life in Calgary. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് ഞാൻ ഐം ആക്റ്റീവ്ലി വോളണ്ടിയറിങ് പിന്നെ ഇവിടെ സൗദിയിലും ഖത്തറിലുണ്ടായിരുന്നപ്പോഴും. പക്ഷേ ഇവിടെ നമ്മൾ പോയിട്ട് ഒരു പബ്ലിക് പ്രോഗ്രാമിന് ഒരു ഈവനിങ് പ്രോഗ്രാമിന് ഇരുന്ന് കഴിഞ്ഞാൽ എത്ര ഹാഫിൽ നിന്ന് കൈവക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദ ബി വെരി ലിമിറ്റഡ്. ഓക്കെ 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 ഓക്കെ. എന്തായാലും അതിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഞാൻ പീസ് റേഡിയോ ഒന്ന് മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പീസ് റേഡിയോയിൽ ശരിക്ക് നല്ലൊരു റോള് ഇത്തരം സ്ഥലങ്ങളിൽ എന്തായാലും ഇങ്ങനെയുള്ളത് നല്ല കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ നഷ്ടപ്പെടുന്ന ഈ അറിവുകളും ഇതെല്ലാം നേടിയെടുക്കാൻ ഒരു സഹായിക്കുന്ന ഒരു ഓൺലൈൻ റേഡിയോ ആണ് പീസ് റേഡിയോ. അതിൽ ഈ മദ്രസയുണ്ട്, കുട്ടികളുടെ മദ്രസ വിദ്യാഭ്യാസം നൽകാൻ, അതുപോലെ ഖുറാനുമായിട്ടുള്ള ക്ലാസ്സുകൾ. നമ്മൾ വളരെ അധികം പോപ്പുലറായിട്ടുള്ള അന്നൂർ എന്ന ഒരു ഖുറാൻ കോഴ്സ് തന്നെയുണ്ട്. അത് കൃത്യമായിട്ടുള്ള വാക്കാർത്ഥത്തിലൂടെ വിശദീകരണത്തിലൂടെ ഖുറാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ പിന്നെ ഖുറാൻ മാത്രമായിട്ടുള്ളൊരു ചാനൽ, ഇതെല്ലാം പീസ് റേഡിയോ വളരെ നന്നായിട്ട് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തും അനുഭവിക്കുന്നവരുണ്ട്, തീരെ ഇസ്ലാമിക വിദ്യാഭ്യാസം നേടുന്നവരുണ്ട്. ഇപ്പോൾ USA പലരും നമ്മളെ ബന്ധപ്പെടാറുണ്ട്, അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊക്കെ. പീസ് റേഡിയോ കൂടെ ഇസ്ലാമിക വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമെന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പഠനപരമായിട്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെ തീർച്ചയായും അത് കുറേയും കൂടെ വലിയ വിഷയമാണ്. എങ്ങനെ ഈ ഉപരിപഠനത്തിന് പോകണം എന്നുള്ളതൊക്കെ ഒരുപക്ഷെ അത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടി വരും. ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഇനി വേറെ എന്തെങ്കിലും? ഇമിഗ്രേഷൻ്റെ നമ്മൾ ചർച്ച ചെയ്യുമ്പം അതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ബർത്ത് റേറ്റാണ്. എന്തുകൊണ്ട് ഒരു രാജ്യം ആൾക്കാരെ ക്ഷണിച്ചു വരുത്തുന്നു എന്നുള്ളതാണ്. സോ ഇപ്പോൾ വെൻ സംബഡി ഈസ് ഇമിഗ്രേറ്റിംഗ് ടു കാനഡ, പിന്നെ വി ആർ ഡൂയിങ് എ ഫേവർ ഫോർ കാനഡ. കാനഡ ഈസ് നോട്ട് ഡൂയിങ് എ ഫേവർ ടു ദി ഇമിഗ്രൻറ്റ്. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം കാനഡക്കാണ് ആളാവശ്യം, അതുകൊണ്ടാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിന് നമ്മളവരെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചിട്ട് നമ്മൾ പോകുന്നത് അവർക്കൊരു ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഐ എക്സ്പ്ലെയിൻ. ഇപ്പം നമ്മൾ അധികം ഇമിഗ്രേഷൻ പോളിസീസ് നോക്കിയാലും ദർ ഇസ് വൺ ഫണ്ടമെൻ്റൽ റീസൺ വൈ എ കൺട്രി ആക്സെപ്റ്റ് ഇമിഗ്രൻസ്. പിന്നെ അതിൻ്റെ മെയിൻ റീസണ് ബർത്ത് റേറ്റാണ്. ഒരു സോഷ്യോ എക്കണോമിക് റീസണാണ്. വെൻ ദി ഒരു കമ്മ്യൂണിറ്റിൻ്റെ ബർത്ത് റേറ്റ് ഗോസ് സിഗ്നിഫിക്കൻ്റ്ലി ലോവർ, പിന്നെ ദി ഓൺലി വേ ടു കീപ് ദി എക്കോണമി റണ്ണിങ് ആൻഡ് ഇൻക്രീസ് ഇറ്റ്സ് GDP ഈസ് ബൈ ഗെറ്റിംഗ് ഇൻ മോർ പീപ്പിൾ. And the only way the aging population in that country can be fed with their pensions and social welfare schemes and the health benefits is by having enough number of people working to feed the older generation. Appa ee younger generations due to the lower birth rate or due to net emigration avaru koranju variyanankil then it will be very difficult to sustain the older pool of people. ടാക്സേഷൻ ഉണ്ടായിരിക്കും. അതെ, ആബ്സല്യൂട്ട്ലി. അപ്പം നമ്മൾ കിട്ടുന്ന ടാക്സ് എടുത്തിട്ട് വേണം പിന്നെ യു ഹാവ് ടു ഫണ്ട് അവരെ റിട്ടയറീസിൻ്റെ സോഷ്യൽ പ്രോഗ്രാം, പെൻഷൻ സ്കീം, ഇതൊക്കെ. അപ്പം ഇമിഗ്രേഷൻ ആ കൺട്രീൻ്റെ റിക്വയർമെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പം മുമ്പൊക്കെ ഓൺ ആൻ ആവറേജ് അപ്പ് അൺടിൽ 2017, 2018 പ്രീ കോവിഡ് ടൈം വരെ 300,000 ആൾക്കാരെയാണ് കാനഡ വർഷത്തിൽ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് to immigrate. But now they are dialing it by to 500,000 people. Immigration മാത്രം. ഇത് സ്റ്റുഡൻ്റ് അല്ല. സ്റ്റുഡൻസ് ആർ ഓൾസോ ഇൻസിഡൻ്റ്ലി ദ സെയിം നമ്പർ. 500,000 വേറെ സ്റ്റുഡൻറ്റ് പോപ്പുലേഷനുണ്ട്. അപ്പം അവർ നോക്കിയിട്ട് ഈ ഇമിഗ്രൻസ് ഇത്രയും അധികം ഇമിഗ്രൻസ് വന്നിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ എ കൺട്രി ലൈക്ക് കാനഡ വിത്ത് ദി റഷ്യ കഴിഞ്ഞിട്ട് സെക്കൻഡ് ലാർജസ്റ്റ് ലാൻഡ് ബേസുള്ളൊരു കൺട്രിക്ക് വിത്ത് വെരി ലിറ്റിൽ പോപ്പുലേഷൻ 40 million ആൾക്കാർ മാത്രമേ ഉള്ളൂ. So you can put in perspective, അമേരിക്കയിൽ 330 million ആൾക്കാരുണ്ട്, and which is a smaller country, and Canada is a bigger country than America, എന്നിട്ടും 40 million ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഈ 40 million ഏജിങ് പോപ്പുലേഷൻ സസ്റ്റെയിൻ ചെയ്യെങ്കിൽ ദേ വിൽ ഹാവ് ടു കീപ് ഫീഡിങ് ഇൻ ദിസ് പൂൾ. അപ്പോൾ അതിൻ്റെ മെയിൻ വൺ റീസൺ ബർത്ത് റേറ്റ് ആണ്. ഇപ്പോൾ ബാക്ക് ഇൻ 60s കനേഡിയൻ ബർത്ത് റേറ്റ് 27
per 1,000 people. അതാണ് റേറ്റ് ഉണ്ടായിരുന്നത്. And that has significantly come down. By 2000 it had come down to 12. ഇപ്പം 10 ആയി. 10 birth rate per 1,000 people. അപ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ there is no other option but to invite people. അപ്പോൾ അതിൽ അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇമിഗ്രേറ്റ് ചെയ്യണമെങ്കിൽ one very easy way is to open the tap on the international students. But they will come with the cash. The economy will thrive because of the fees, പിന്നെ അവിടുത്തെ ലിവിങ് എക്സ്പെൻസും കുട്ടികളുടെ എക്സ്പെൻസ്, and they are more likely to settle, which the Canadian government likes, than bringing another person fresh. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 500,000 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി 500,000 ഇമിഗ്രേഷൻ, അത് വേറെ, ബട്ട് 500,000 സ്റ്റുഡൻസിനെ അവർ 2022 ഇൻവൈറ്റ് ചെയ്തപ്പം അതിൽ 40% ആർ ഫ്രം ഇന്ത്യ. And within that 40%, another 40% is from Punjab alone. പഞ്ചാബാണ് അതിൽ. അതെ, അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഓൺഗോയിങ് ഇന്ത്യ കാനഡ പ്രശ്നത്തിൽ പഞ്ചാബീസ് ആർ ദ മോസ്റ്റ് സ്ട്രെസ്ഡ് ഔട്ട് ലോട്ട് അവർ സ്റ്റുഡൻറ്റ്. ആൻഡ് ഈ സിറ്റുവേഷൻ ഈസ് സ്റ്റിൽ മാനേജബിൾ ഫോർ എ കൺട്രി ലൈക്ക് കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഒക്കെ. But when you look at Europe, Germany is already inviting a lot of immigrants, refugees and non-EU അവരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. And they are also taking about 350,000 international students. Currently Germany is a big country. അവർ യൂറോപ്പിലെ biggest economy ആണ്. They are taking 60,000 immigrants every year. If people want to go somewhere closer, Germany is a huge market in future. Immigrate ചെയ്യാൻ, except that language barrier should be managed. അതെ, but it's അവിടുത്തെ ഇപ്പോൾ ജർമ്മനി, country like Italy, they are saying by 2050 if the population birth rate goes this low, our economy will come to a grinding halt. കാരണം അത് അവർ ഇറ്റലി is somewhere around 8 birth rate is 8 per 1,000 people. It's എന്താണ് alarmingly low. ഗ്രീസ് അതിലും കുറവാണ്. So that is why a country like Greece is saying you immigrate to Greece, get the PR and get a visa-free travel across the Schengen countries. And they are making it easy for people to get into Greece, Portugal, Italy. So Europe will have to open up. Whether they like it or not, they won't have an option. Okay, ഇതിൽ ഇപ്പോൾ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു അഡ്മിഷൻ, ഒരു പക്ഷേ അത് ഗ്രാജുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ്, അതിൽ ഒരു ഈസി പ്രോസസ്സ് ശരിക്ക് ഒരുപാട് കൺസൾട്ടിങ് ഫേമൊക്കെ നാട്ടിലുണ്ട്. കറക്റ്റ്. ഒന്നും കൂടെ ഈസി ആയിട്ട് ഒരു എന്തായിരിക്കും പ്രൊസീജിയർ എന്നും കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്പെട്ടേക്കാം. പലരും നോക്കുന്ന ഒന്നാണത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ കൺട്രി ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം, അവിടുത്തെ ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട്, വാസ്റ്റ് കൺട്രി. പക്ഷെ അവിടുത്തെ വെതർ വലിയൊരു തടസ്സമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഫാമിലിയായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന റിസൈൻ ചെയ്തു, എല്ലാം പാക്ക് ചെയ്തിട്ടാണ് കാനഡയിൽ പോയത്. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വന്നു. കാരണം ആ വെതർ അതായത് എക്സ്ട്രീം കോൾഡ് സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അവർ ചെന്നപ്പോഴാണ് അനുഭവിച്ചു. അങ്ങനെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ ഞാൻ കേട്ടിരുന്നൊക്കെ. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക്. സോ കാനഡ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ കൺട്രി. അത് പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് ദെയർ, എനിബഡി ക്യാൻ ഗൂഗിൾ ഇറ്റ്. ഞാൻ അഡ്വർടൈസ് ചെയ്യാണ്ട് തന്നെ എനിക്കറിയാം. US ന്യൂസ് റാങ്കിങ്ങിൽ പിന്നെ ഇറ്റ് ഹാസ് കം കൺസിസ്റ്റൻ്റ്ലി തേർഡ് ആഫ്റ്റർ സ്വീഡൻ ആൻഡ് ഡെൻമാർക്ക്. Even CNBC World Ranking of Countries to Live, അതിലും കാനഡ നമ്പർ 3rd ആണ് കൺസിസ്റ്റൻ്റ്ലി. അത് പല ഫാക്ടേഴ്സ് അവർ നോക്കുന്നത്, എക്കണോമിക് ഫാക്ടേഴ്സ്, അഡാപ്റ്റബിലിറ്റി, പിന്നെ ലിവബിലിറ്റി, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ക്വാളിറ്റി ഓഫ് ഹെൽത്ത്, എല്ലാ ഫാക്ടേഴ്സിലും. ഇപ്പോൾ കംപ്ലീറ്റ്ലി കാനഡൻ്റെ വെതർ എൻജോയ് ചെയ്യണമെങ്കിൽ യു ഹാവ്, ഇപ്പം നമ്മൾ പണ്ട് സ്കൂളൊക്കെ പഠിക്കുന്ന 4 seasons കോൺസെപ്റ്റില്ലേ, ആ ഫുൾ 4 seasons എൻജോയ് ചെയ്യണം. അപ്പോൾ ഈ പെർട്ടിക്കുലർ കേസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് ഇഫ് സംബഡി ഈസ് ഗോയിങ് ദെയർ, അത് അവർ വിൻ്ററിലാണ് പോകുന്നെങ്കിൽ ദർ ആർ ഇറ്റ്സ് ഓൺ ലെഷർ ആക്ടിവിറ്റീസ് വിൻ്ററിൽ. പിന്നെ സ്പ്രിങ്ങിലാണ് പോകുന്നെങ്കിൽ അതിൻ്റെതായ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ കയാക്കിങ്ങും ഇതൊക്കെ ഒരു വാട്ടർ ഫ്രണ്ട്. സമ്മറിലാണെങ്കിൽ ഹൈക്കിങ്, ക്യാമ്പിങ്, അതിൻ്റെതായ പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ട്.
അപ്പം വെദർ മറ്റേ ആ സീസണിൽ പോയാലും ഓരോ സീസണിൽ പിന്നെ അതിൻ്റേതായ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാൻ അവിടെ ഓപ്ഷൻസ് ഉണ്ട്. സോ അൺലെസ് you have literally gone through this whole seasons for 2 cycles, എന്നിട്ട് you decide whether it's a problem or not എന്നുള്ളത്. So that's my answer. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാനഡയിൽ ആ ഒരു എക്സ്ട്രീം കോൾഡ് നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ശരിക്ക് ഇനി ആൾക്കാർക്ക് താമസ യോഗ്യമായിട്ട് മാറുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട്. അതും അവരെ സംബന്ധിച്ച് ഒരുപാട് ഇതാവുന്ന കാര്യമാണ്. സോ ഗ്ലോബൽ വാർമിംഗ് മേ നോട്ട് ബി എ ഗുഡ് തിങ്, പക്ഷേ ഓൺ ദ കോൺട്രി പിന്നെ യു ആർ റൈറ്റ്, എക്സ്ട്രീം കോൾഡ് പ്രൊലോങ്ഡ് കോൾഡ് ഇല്ല. ഇപ്പം കാനഡയിൽ -50 ഞാൻ കണ്ടിട്ടുണ്ട്, -40 ആയിരിക്കും, പിന്നെ വിൻച്ചിലൊക്കെ കൂടിയിട്ട് -50 ടെമ്പറേച്ചർ റെക്കോർഡാവും. But it won't last long. ഈ ഡിപ്പ് പിന്നെ അത് വെതർ ബാക്ക് ടു നോർമൽ ആവും, -10 -15 ഒക്കെ ആവും. പിന്നെ സമ്മറിലാണെങ്കിൽ +30 +35 വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പം സമ്മറിലിപ്പം AC ഇല്ലാണ്ട് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടത്തൊക്കെ പോലെയാണ്. വീട്ടിലെ ഒരുവിധം എല്ലാവരും ഇപ്പം AC വെക്കുന്നുണ്ട്. അപ്പം വെതറിൻ്റെ എക്സ്ട്രീമിറ്റീസ് മാനേജ് ചെയ്യാൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഒബ്വിയസ്ലി ടെക്നോളജി, അതിൻ്റെ കൺസ്ട്രക്ഷന്, പിന്നെ അതൊക്കെ ഇറ്റ്സ് ടേക്കൻ കെയർ. മാക്സിമം ഇൻ ദിസ് ഡേ ആൻഡ് ഏജ് 21st century ഐ ഡോണ്ട് തിങ്ക് വെദർ ഷുഡ് ബി എ കൺസേൺ. ദിസ് ഇസ് മൈ ടേക്ക്. അപ്പോൾ നാട്ടിൽ എങ്ങനെയാണ്? നാട്ടിൽ പോകാറുണ്ടോ? മാതാപിതാക്കൾ പാരൻസൊക്കെ എവിടെയാണ്? കൂടെ അവിടെ ഉണ്ടോ? അതോ ഇനി എങ്ങനെയാണ്? പാരൻസ് അവർ പെർമനൻറ്റ് റെസിഡൻസ് ആണ് കാനഡയിൽ. അവിടുത്തെ PR ഉണ്ട്. ഇപ്പോൾ അവർ കാനഡയിലാണുള്ളത്. അതിൻ്റെ ഒരു ഒന്നും കൂടെ ഒരു PR എടുക്കലും അതുപോലെ വ്യത്യാസമുണ്ടല്ലോ, അതൊന്നും കൂടെ പറയാം. ഷുവർ. സോ PR പെർമനൻറ്റ് റെസിഡൻസി എന്ന് പറയുന്ന പ്രോസസ്സ്, ഇപ്പോൾ ഒരാൾക്ക് കാനഡയിൽ പോകണമെങ്കിൽ, ഞാൻ കാനഡൻ്റെ സ്പെസിഫിക്കലി പറയാം, കാനഡയിൽ പോകണമെങ്കിൽ ദർ ആർ സെവറൽ ഓപ്ഷൻസ്. അതായത് ഒരു സ്റ്റുഡൻ്റായിട്ട് പോവാം, അല്ലെങ്കിൽ ഹൈലി സ്കിൽഡ് വർക്കർ കാറ്റഗറിയിൽ പോവാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ക്ലാസ്സിൽ പോവാം. അപ്പോൾ ഈ സ്കിൽഡ് വർക്കർ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസി ആയിട്ടാണ് പ്രിഡോമിനൻ്റ്ലി ആ കാറ്റഗറിയിലാണ് പോവാം. അതിൽ സബ് കാറ്റഗറീസ് ഉണ്ട്. ബട്ട് ഓൺ ഹൈ ലെവൽ പിന്നെ ഒരാൾക്ക് PR കിട്ടണമെങ്കിൽ ഇപ്പം ഫാസ്റ്റ് ട്രാക്ക് പ്രോസസ് അനുസരിച്ചിട്ട് ദർ ഇസ് എ സ്കോർ. ഇപ്പോൾ ഫോർ അറൗണ്ട് 530 അങ്ങനെയാണ് ആ സ്കോർ മീറ്റ് ചെയ്യുന്നെങ്കിൽ പിന്നെ യു വിൽ ബി ഇൻവൈറ്റഡ് ഫോർ അപ്ലൈങ് ഫോർ PR. അപ്ലൈ ചെയ്തിട്ട് ദർ ആർ 3 steps. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഉണ്ട്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അലൈൻ ചെയ്യണം, വർക്ക് എക്സ്പീരിയൻസ്, ഇതൊക്കെ ഒന്ന് അലൈൻഡ് ആയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് യുവർ വിസ ആൻഡ് ടു ഗോ എസ് PR. അപ്പോൾ PR ആയിട്ട് വൺസ് യു ലാൻഡ് ദെയർ, പിന്നെ ആ ലാൻഡ് ചെയ്ത ഡേ മുതൽ ഫ്രം ദാറ്റ് ആസ് എ day 1 യു ഹാവ് 5 years ബ്ലോക്ക് ഓഫ് ടൈം. ആ 5 years ബ്ലോക്ക് ഓഫ് ടൈമിൽ അറ്റ്ലീസ്റ്റ് 3 years അവിടെ ഉണ്ടായിരിക്കണം, ഇൻക്ലൂഡിങ് സ്റ്റഡി ഉൾപ്പെടെ. എനിവേ ഇപ്പം ഞാൻ PR ആയിട്ടാണ് പോയത്. എന്നിട്ട് അവിടെ ഐ സ്റ്റാർട്ടഡ് വിത്ത് മൈ മാസ്റ്റേഴ്സ് പ്രോഗ്രാം. അപ്പം അവിടെ 5 year ബ്ലോക്ക് ഓഫ് ടൈമിൽ ഐ ഷുഡ് ബി ദെയർ ഫോർ 2 years. 2 years. ഈ 2 years കഴിഞ്ഞാൽ നമുക്ക് വി ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ സിറ്റിസൺഷിപ്പ്. ആ സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ 2 year ആകുമ്പോൾ ഈ വൺസ് ഇൻ 2 years 5 yearsൽ 2 year എന്ന് കഴിഞ്ഞാൽ യു ക്യാൻ റിന്യൂ യുവർ PR കാർഡ്. പക്ഷേ ഈ 5 yearsൽ 3 years നിൽക്കുകയാണെങ്കിൽ യു ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഈ സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ വേറെ തന്നെ പ്രോസസ്സാണ്. ദറ്റ് അഗെയിൻ ഫില്ലിംഗ് ദ ഫോം, ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, പിന്നെ ഒരു മെഡിക്കൽ ചെയ്യണം. ആൻഡ് ദെൻ യു വിൽ അപ്ലൈ ഫോർ യുവർ സിറ്റിസൺഷിപ്പ് ടെസ്റ്റ്. എല്ലാം അപ്രൂവ് ആയി കഴിഞ്ഞാൽ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യു വിൽ ബി അറ്റൻഡിങ് എ സിറ്റിസൺഷിപ്പ് സെറിമണി. എൻ്റെ ആ സെറിമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഗിവൺ ഇപ്പം സിറ്റിസൺഷിപ്പ് കാർഡാണ്. അല്ല, മുമ്പ് കാർഡുണ്ട്, ഇപ്പം ഒരു സർട്ടിഫിക്കറ്റാണ്, സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടും. വിത്ത് ദാറ്റ് സർട്ടിഫിക്കറ്റ് യു ക്യാൻ അപ്ലൈ ഫോർ എ പാസ്പോർട്ട്. പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ യുവർ മൊബിലിറ്റി ഈസ് ഓപ്പൺ. അപ്പോൾ നമ്മുടെ പഴയ പാസ്പോർട്ട് നമ്മുടെ അവിടെ അതെ, ഫോർ ഇന്ത്യൻ നാഷണൽസ്. പിന്നെ നമ്മളെ ഇന്ത്യ ഗവൺമെൻറ് ഒരു റിക്വയർമെൻ്റ് ആണ്, വെൻ എൻ ഇന്ത്യൻ സിറ്റിസൺ അക്വയർസ് എ ഫോറിൻ പാസ്പോർട്ട്, ഫോറിൻ നാഷണാലിറ്റി, he has to surrender his Indian passport at that nearest embassy immediately. അല്ലെങ്കിൽ അത് it becomes a legal issue.
പിന്നെ അതിപ്പോൾ വൺസ് യു സറണ്ടർ ദാറ്റ് അവർ ക്യാൻസലേഷന് സറണ്ടർ ചെയ്തിട്ട് ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ തരും. സോ യു ആർ ക്ലീൻ നൗ ആൻഡ് യു ഹാവ് എ കനേഡിയൻ പാസ്പോർട്ട് ആൻഡ് യു ഡോണ്ട് ഹാവ് എൻ ഇന്ത്യൻ പാസ്പോർട്ട്. അറ്റ് ദാറ്റ് പോയിന്റ് യു ആർ നോട്ട് എൻ ഇന്ത്യൻ സിറ്റിസൺ എനിമോർ. But then with your cancelled Indian passport, you can apply for OCI, Overseas Citizenship of India. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ ലൈഫ് ലോങ് വിസ. ദാറ്റ്സ് എ സ്ട്രൈറ്റ് ഫോർവേഡ് പ്രോസസ്. ഈ ഒരു ഇപ്പോൾ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്ന കേസ് വളരെയധികം കൂടിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ, എസ്പെഷ്യലി ഇന്ത്യൻസ്. അത് ഇന്ത്യ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ പഞ്ചാബാണ്, പിന്നെ ഗുജറാത്ത്, ഐ തിങ്ക് 4th ഇതിൽ കേരളം നിൽക്കുന്നുണ്ട്. തോന്നുന്നു കേരളത്തിൽ അത് കൂടുതലും ആ ഒരു ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഈ കോട്ടയം ആ ഒരു ഡിസ്ട്രിക്ട്സ് ഏരിയ ആണ്. അത് നമ്മുടെ മലബാർ ഏരിയ കുറവാണ് എന്നാണ് മനസ്സിലാക്കി എടുത്തുള്ളത്. അവരിപ്പോഴും നമ്മുടെ ആ ഒരു ഇതിലാണ്. അപ്പോൾ പക്ഷേ OCI ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പ് സിറ്റിസൺഷിപ്പ് ഉണ്ടായ എല്ലാ റൈറ്റ്സും ഉണ്ട്, എക്സെപ്റ്റ് യു കനോട്ട് ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ്. ഓക്കെ, വ്യത്യാസം. ഓർ യു കനോട്ട് വോട്ട്. ഈ 2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. OCIയും നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ, ദാറ്റ്സ് ദി ഓൺലി 2 ഡിഫറൻസ്. അപ്പം ദർ ഇസ് നത്തിങ് ടു വറി അബൌട്ട്. യു ക്യാൻ. ഓക്കെ, എന്തിനാലും അൽഹംദുലില്ലാ വളരെ നല്ലൊരു വിഷയം, വളരെ ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയും കൂടി നമുക്ക് കിട്ടി. താങ്കൾക്ക് പീസ് റേഡിയോയുടെ പേരിലും സ്വന്തം പേരിലും നന്ദി അറിയിക്കുകയാണ്. വിലയേറിയ വളരെ ഇൻഫോർമേറ്റീവായിട്ട് കാര്യങ്ങൾ പങ്കുവെക്കാനൊക്കെ സാധിച്ചാൽ വളരെ നന്ദിയുണ്ട്. അത് നമ്മുടെ ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെട്ട, അതോടൊപ്പം തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളും ബാധിക്കുന്ന കുറേ പോയിൻ്റാണ് ഇമ്പോർട്ടൻ്റ് ഇതിലുള്ളത്. ഓക്കെ, അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു ചർച്ച ആയിരുന്നത്. ജസാഖുമുല്ലാ ഖൈർ. ജസാഖുല്ലാ ഖൈർ അസീസ് സാഹിബ്. ഈ ഒരു അവസരം തന്നതിന് ഞാനും പീസ് റേഡിയോക്കും എൻ്റെ സ്വന്തം പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പീസ് റേഡിയോക്ക് എല്ലാ വിധാശംസകളും നേർന്നുകൊള്ളുന്നു. ഈ വിഷയത്തിൽ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഐ എം മോർ ദാൻ വെൽക്കം ടു ബി അപ്രോച്ച്ഡ്. പിന്നെ നിങ്ങളുടെ അടുത്ത് കോൺടാക്ട്സ് ഉണ്ട് എൻ്റെ. പിന്നെ സോ ജസാക്കല്ലാ ഖൈർ വൺസ് അഗൈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Peace Radio. Tune to reality.